നമുക്കറിയാം ഈ വരുന്ന മാർച്ച് 21 പ്രത്യേകത ഡൗൺ സിൻഡ്രോം ഡേ ആണ്. വേൾഡ് ഡൗൺ സിൻഡ്രോം ഡേ ആയിട്ടാണ് നമുക്ക് ഈ മാർച്ച് 21 നമ്മളെല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാർച്ച് 21 എന്നൊരു ഡേറ്റ് വരാനുള്ള കാരണം എന്താണ്, അല്ലെങ്കിൽ ഈ ഡൗൺ സിൻഡ്രോം എന്താണ്, അതിൻ്റെ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ എങ്ങനെയൊക്കെയാണ് തെറാപ്പീസ് അല്ലെങ്കിൽ ഇൻ്റർവെൻഷൻ കൊടുക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ് ഞാനൊന്ന് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മാർച്ച് 21 എന്നൊരു ഡേറ്റ് വരാൻ കാരണം നമുക്ക് ഈ ഡൗൺ സിൻഡ്രോം കുഞ്ഞുങ്ങളെ നമുക്ക് ട്രൈസോമി 21 എന്ന് നമ്മൾ പറയുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ക്രോമോസോംസ് 23 പെയേഴ്സ് ആയിട്ടാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഈ 23 പെയേഴ്സ് എന്ന് പറയുമ്പോൾ 46 ക്രോമോസോംസ് നമ്മുടെ നമ്മുടെ എല്ലാ മനുഷ്യരുടെയും ശരീരത്തിലുണ്ട്. അപ്പോൾ ഈ 21 എന്ന് പറയുന്ന പെയറിൽ ഒരു അഡീഷണൽ ഒരു ക്രോമോസോം കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമ്മളതിനെ ട്രൈസോമി 21 എന്ന് പറയുന്നത്. അങ്ങനെ കണ്ടീഷനുള്ള അങ്ങനെ സംഭവിക്കുന്ന അതായത് ജനിതകപരമായിട്ട് അങ്ങനെ ഒരു ചേഞ്ചസ് സംഭവിക്കുമ്പോഴാണ് നമ്മൾ ഡൗൺ സിൻഡ്രോം കുഞ്ഞുങ്ങളിൽ നമ്മളിൽ ജനിച്ച് വരുന്നത്. ഇത് കൂടുതലും ഈ കുട്ടികൾ ഉണ്ടാവുന്ന ചാൻസസ് നമ്മൾ മെയിൻലി ഇപ്പോൾ ഏജ് കൂടുതലായിട്ടുള്ള അമ്മമാർക്ക്, അതായത് എബോവ് 35 ഇയേഴ്സ് ഉള്ള അമ്മമാർ ഡെലിവറി കഴിയുമ്പോൾ ചില കുഞ്ഞുങ്ങളിൽ ഡൗൺ സിൻഡ്രോം എന്നുള്ള കുട്ടികളായിട്ട് തീരാറുണ്ട്. ഈ ഡൗൺ സിൻഡ്രോം കുഞ്ഞുങ്ങളിൽ നമുക്ക് ഡൗൺ സിൻഡ്രോം ആണോ, അവർക്ക് ജനറ്റിക് ആയിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ ജനറ്റിക് ആയിട്ട് പ്രശ്നങ്ങൾ ഉള്ള കുഞ്ഞാണോ എന്നത് നമുക്ക് ഗർഭാവസ്ഥയിൽ തന്നെ നമുക്ക് തിരിച്ചറിയാവുന്നതാണ്. എങ്ങനെയെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവർക്കും അറിയാം ആൻറ്റിനേറ്റൽ നമുക്ക് ആ ഒരു സ്കാനിങ് നമുക്കുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, അനോമലി സ്കാനിങ്. അപ്പോൾ ഈ അനോമലി സ്കാനിങ് വഴി നമുക്ക് നോക്കുന്ന അൾട്രാസൗണ്ടൊക്കെ നമ്മൾ നോക്കുന്നുണ്ടല്ലോ, ആ ടൈമിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും ഡോക്ടേഴ്സിന് കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം ഉണ്ടോ, എന്തെങ്കിലും ജനറ്റിക് പ്രശ്നമുള്ള കുട്ടിയാണോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. എങ്ങനെയെന്ന് വെച്ചാൽ ആ അൾട്രാസൗണ്ടിൽ നമുക്ക് മെയിൻലി കാണുന്നത് കുഞ്ഞുങ്ങളുടെ നേസൽ ബ്രിഡ്ജ്, അതായത് മൂക്കിൻ്റെ പാലം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കും. ഈ ഡൗൺ സിൻഡ്രോം കുഞ്ഞുങ്ങളിൽ ഈ മൂക്കിൻ്റെ പാലം, ഈ നേസൽ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഫ്ലാറ്റൻഡ് ആയിരിക്കും. അപ്പോൾ അത് വെച്ച് തന്നെ നമുക്കൊന്ന് സസ്പെക്റ്റ് ചെയ്യാം കുഞ്ഞിന് ജനറ്റിക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രോം കുട്ടിയാണ് എന്നുള്ളത് നമുക്ക് സസ്പെക്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് കൺഫർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ പല ടെസ്റ്റുകളുമുണ്ട്. അതായത് ബ്ലഡ് ടെസ്റ്റ്, XXX ടെസ്റ്റ്, അങ്ങനെ ഡബിൾ മാർക്കർ ടെസ്റ്റ്, അങ്ങനത്തെ 1-2 ടെസ്റ്റുകൾ കൂടി നമുക്ക് ഇത് ഒരു കൺഫർമേഷനായിട്ട് നമുക്ക് പറയാവുന്നതാണ്. മാത്രമല്ല ഈ ഡൗൺ സിൻഡ്രോം കുഞ്ഞുങ്ങളും നോർമൽ കുട്ടികളും തമ്മിലുള്ള ഫീച്ചേഴ്സിൽ വളരെയധികം ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഈ നോർമൽ കുഞ്ഞുങ്ങളെ പോലെ അല്ല ഈ ഡൗൺ സിൻഡ്രോം കുട്ടികളുടെ ഫീച്ചേഴ്സ്. ഇവർക്ക് നമുക്ക് തന്നെ, അതായത് ജസ്റ്റ് നമ്മുടെ പാരൻസിന് തന്നെ നമുക്ക് പെട്ടെന്നായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഡൗൺ സിൻഡ്രോം കുഞ്ഞുങ്ങളുടെ ഫേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മംഗോളിയൻ ഫേസ് ആയിരിക്കും. അതുപോലെ തന്നെ അവരുടെ ഫ്ലാറ്റ് ആയിട്ടുള്ള നേസൽ ബ്രിഡ്ജ് ആയിരിക്കും, ലോ സെറ്റ് ഇയേഴ്സ് ആയിരിക്കും അവർക്കുള്ളത്, സ്ലാൻറ്റിങ് ഐസ് ആയിരിക്കും. ഇതെല്ലാം അവരുടെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. വേറെ ഒരു കാര്യം, ചില കുഞ്ഞുങ്ങളിൽ പ്രൊട്രൂഡഡ് ടങ്ക് കാണാം. അതായത് ഇവർ ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവൃത്തികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലോ ഇവരുടെ നാക്ക് പുറത്തായിരിക്കും. അതും നമ്മളൊരു ഐഡൻറ്റിഫിക്കേഷനാണ് ഡൗൺ സിൻഡ്രോം കുട്ടികളിലെ. മാത്രമല്ല ഇവരുടെ കാലിലും കയ്യിലുള്ള ക്രീസസ്, അത് നമ്മുടെ കൈകളിൽ അറിയാം, നമ്മുടെ കൈകളിൽ വരകളുണ്ട് അല്ലേ, അതിനെ നമ്മൾ ക്രീസസ് എന്ന് പറയുന്നത്. ഇതിലെ ക്രീസസ് ഇവർക്ക് ഡൗൺ സിൻഡ്രോം കുഞ്ഞുങ്ങളിൽ സിംഗിൾ ക്രീസ് ആയിരിക്കും, ഒരു സിംഗിൾ ആയിട്ടുള്ള വര മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഒരു ഡൗൺ സിൻഡ്രോം ആണോ അല്ലെങ്കിൽ നമുക്ക് സാധാരണക്കാർക്ക് പോലും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്ന മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. ഈ ഡൗൺ സിൻഡ്രോം കുഞ്ഞുങ്ങൾ ആണ് അമ്മയുടെ വയറ്റിലുണ്ട് എന്ന് അറിയുകയാണെന്നുണ്ടെങ്കിൽ ചിലവർ അത് DNC ചെയ്യാൻ അങ്ങനെയൊക്കെ ഉള്ള ഇതിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ചിലവർക്ക് അത് മടിയായിരിക്കും, കാരണം ആ ഒരു വിഷമം കാര്യങ്ങളൊക്കെ. പക്ഷേ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ പാരൻസ് അതിനുമായിട്ട് ഒരുങ്ങുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം നമ്മുടെ കുഞ്ഞിങ്ങനെ ഒരു കുട്ടിയാണെന്നുള്ളത് മനസ്സിലാക്കി തന്നെ പാരൻസിന് നല്ലൊരു കൗൺസിലിംഗ് നമ്മൾ കൊടുക്കുകയും ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഇവർക്ക് വേണ്ടിയിട്ട് തന്നെ നമുക്കൊരു സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് തന്നെ ഉണ്ട്. ഈ സപ്പോർട്ടിംഗ് ഗ്രൂപ്പിൽ വരുന്നത് നമ്മുടെ ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച്
തെറാപ്പിസ്റ്റ്, ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റ്, പീഡിയാട്രീഷ്യൻ, ഇവരെല്ലാവരും ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ഡോക്ടേഴ്സ്, ഇവരെല്ലാവരും ചേർന്നിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് നമുക്ക് ഈ ഡൗൺ സിൻഡ്രോം കുഞ്ഞുങ്ങളെ അവരുടെ സ്വന്തം കാര്യങ്ങൾ നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇവർ എല്ലാ സഹായങ്ങളും ഈ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നതുമാണ്. നമ്മുടെ പാരൻസ് ശ്രദ്ധിക്കേണ്ടത് ഇവർക്ക് എന്തായിരുന്നാലും ഒരു ഡെവലപ്മെൻറ്റൽ ഡിലേ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ജനിച്ചു കഴിഞ്ഞ് മുതൽ ഉള്ള എല്ലാ മന്ത്ലി വൈസുള്ള ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ തെറാപ്പീസും നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ഇവർക്ക് സ്പീച്ച് ഡിലേ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഹിയറിംഗ്, വിഷൻ ഇതിൽ കംപ്ലയിൻറ്റ്സ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഇവരുടെ IQ, ചില കുഞ്ഞുങ്ങളുടെ IQ വളരെ കൂടുതലായിരിക്കും, ചില കുഞ്ഞുങ്ങൾക്ക് കുറവായിരിക്കും. പക്ഷേ ഈ ഒരു ലെവൽ അക്കാഡമിക്കൽ അല്ലാണ്ട് തന്നെ നമ്മുടെ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസ് എങ്ങനെയാണ് കുഞ്ഞുങ്ങളിൽ പറഞ്ഞു കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം മുതൽ തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് ഇൻ്റർവെൻഷൻ എന്ന രൂപത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. വളരെ കുറച്ച് കാര്യങ്ങളാണ് ഡൗൺ സിൻഡ്രോമിനെ പറ്റി പറഞ്ഞത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.